ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നതാണ് കാണിക്കണേ. ക്രോസ് ആക്കിയാണ് ഞാൻ ഈ ക്ലോത്ത് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, ആ സ്കെയിൽ ക്രോസ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോഴത്തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. ഇനി നമുക്ക് ഈ സ്കെയിൽ ഇതേപോലെ കറക്റ്റ് അതിൻ്റെ ലെവലാക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അളവുകളെല്ലാം ഒന്ന് കൊടുക്കാം. അളവുകൾ ബാക്ക് പാർട്ടിൻ്റെ ആ അളവെല്ലാം അതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് അതിൽ കൊടുക്കാം. അതിനുശേഷമാണ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അളവെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ സ്കെയില് നമ്മൾ നോക്കുമ്പോൾ മുകൾ ഭാഗം ട്രയാങ്കിൾ രീതിയിൽ ഇരിക്കുന്നുണ്ടല്ലേ, അന്നേരമാണ് നമ്മൾ ക്രോസ് ആയിട്ടാണ് ഈ തുണി ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതേപോലെ കൈക്കുഴിയുടെ ആ ഭാഗം, നെക്കിൻ്റെ ആ ഭാഗമെല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടേപ്പ് വെച്ച് ഒന്ന് അളന്ന് നോക്കണം കറക്റ്റ് ആണോ എന്ന്. ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് ഫ്രണ്ട് പാർട്ടിൽ കൊടുക്കുന്നു. ഇത് നമ്മൾ ക്രോസ് ആയിട്ട് ഇട്ടിട്ടത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കയറി കാണണേ. അതിനുശേഷം അതൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റാം. മാറ്റിയതിന് ശേഷം ഫ്രണ്ടിൻ്റെ അളവുകളൊക്കെ എത്രയാണോ അത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ നമ്മളിപ്പോൾ ആ ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തേക്കുന്ന അളവില്ലേ, അത് കറക്റ്റ് ആണോ എന്ന് ടേപ്പ് വെച്ച് നമുക്കൊന്നുകൂടെ നോക്കാം. അത് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഷോൾഡറിൻ്റെ അളവ്, കൈക്കുഴിയുടെ അളവ്, അതൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ലെവലാക്കി. അതേപോലെ നെക്കിൻ്റെ അളവ് നമുക്ക് ഇറക്കം കൂടുതലാണെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്കിൻ്റെ അനുസരിച്ചുള്ള ഇറക്കമാണെങ്കിൽ അത് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ കൊടുത്തേക്കുന്ന ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മളവിടെ അടയാളം കൊടുത്തേക്കുന്നത്. അതിനേക്കാൾ കുറവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എത്രയാണോ വേണ്ടത് അത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് ആ ഇറക്കം തന്നെയാണ്, ബാക്കിൻ്റെ ഇറക്കം തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിനും അത് മതി, അതുകൊണ്ട് അതിങ്ങനെ ഞാൻ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കണം. അതിനു മുമ്പ് ഷോൾഡർ ടു BP ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതായത് ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. അപ്പം അത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 10.25 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10.25 കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം കൊടുക്കണം. അതിവിടെ എനിക്ക് വേണ്ടുന്ന 4 അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടി 4.25 കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഷോൾഡർ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ്, അതായത് നിപ്പിൾ പോയിന്റിൻ്റെ അളവെടുക്കുക. അതിന് ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. അതേപോലെ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം എടുക്കണം. ആ അകലം നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേനും ഇപ്പോൾ 8 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 4 എടുക്കണം. 4ൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം. അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തിയില്ലായിരുന്നു, അത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കണം. ഇപ്പം 13 14 കൊടുക്കാം, 14 15 കൊടുക്കാം. അങ്ങനെ ഫ്രണ്ട് ലെങ്താണ് ഈ അടയാളപ്പെടുത്തുന്നത്.
അതിനുശേഷം നമുക്ക് ആ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം കിട്ടിയില്ല 4, ആ 4ഉം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ, ആ 4.25 അടയാളപ്പെടുത്തി അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ കൊടുത്തു. ഇനി നമുക്ക് ഈ 2 സൈഡിലും ഒരു 1.5 ഇഞ്ച് വീതം കൊടുക്കാം. അപ്പം ഒരു സൈഡിൽ ഞാൻ 1.5 ഇഞ്ചും കൊടുത്തു, മറു സൈഡിൽ ഞാൻ ഒരു ഇഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് അതൊക്കെ അളവുണ്ട്. ഇതിലിപ്പം ഞാൻ ഒരു 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് ആ ഡാട്ടിൻ്റെ വീതി എന്ന് പറഞ്ഞത് 1.5 വീതമാണ് ഞാൻ കൊടുക്കുന്നത്. ഒന്നര ഇഞ്ച് കൊടുത്തു. അതിനുശേഷം നമുക്കിതൊക്കെ ഒന്ന് വരച്ചെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേറെ 2 3 ഡാട്ട് കൊടുക്കാം. അതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരം കൊടുത്താൽ മതി. എന്നിട്ട് ഇതേ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിലാണ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റേത് പാർട്ട് 1 എന്നും പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നെക്ക് ഭാഗവും കൈക്കുട്ടിയുടെ ഭാഗവും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡാട്ടിൻ്റെ അളവൊക്കെ മറു സൈഡിലേട്ടും കൂടെ ആവാൻ വേണ്ടി ഒന്ന് ചെറിയ കട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സൂചി ഉപയോഗിച്ച് ഇത് കണ്ടില്ലേ, വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ മറു സൈഡിലേക്കും കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി ഡാറ്റൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുക്കാവുന്നതാണ്. കൈക്കുഴിയുടെ അവിടെയും അതേപോലെ ആ ഫ്രണ്ട് ഭാഗത്തും വരുന്ന ഡാറ്റൊക്കെ അന്നേരം കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് എടുക്കണമല്ലോ, അതുകൂടെ ഒന്ന് നോക്കാം. ഇതേപോലെ ബാക്ക് പാർട്ടിലേക്ക് ഫ്രണ്ട് പാർട്ട് കൂടെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം എത്രയാണോ നമുക്ക് ആ അളവ് വേണ്ടുന്നത് അത് നോക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് 4.5 ഇഞ്ച് എനിക്ക് വേണ്ടി വരും, ഒരിടത്ത് 4 ഇഞ്ചുമാണ്. ഇപ്പം 4.5 4 വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഓരോ ഇഞ്ച് കൂടെ കൂട്ടി കട്ടിങ് എടുക്കണം.
അങ്ങനെ നമുക്കൊരു തുണിയിലേക്ക് ആദ്യം ഒരു 4.5 വന്നതിന് നമുക്ക് അവിടെ ഒരു 5.5 എടുക്കാം. ഒരു തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയാണ് അങ്ങനെ എടുത്തേക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുണ്ട്. 5.5 ഇഞ്ച് എടുത്തു. അതേപോലെ തന്നെ നമുക്ക് ബാക്കി നോക്കാം. ഇനി ആ പോയിന്റ് വന്നേക്കുന്ന ആ ഭാഗം അതൊരു 4 ഇഞ്ച് വരുന്നില്ലേ, അതുകൂടെ നമുക്ക് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 4 ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവിടുത്തെ ലെങ്ത് എത്രയുണ്ടെന്നും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ കണ്ടില്ലേ, ബാക്ക് പാർട്ടിലേക്ക് വെച്ചിരിക്കുകയാണത്. അതുകൂടെ ഒന്ന് നോക്കാം. അപ്പം അത് വന്നിരിക്കുന്നത് 4 അതിൻ്റെ കൂടെയും 1 ഇഞ്ച് കൂടെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നീളം എത്ര വേണമെന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, നമുക്ക് ആ ഡാട്ട് പോകുന്ന ഭാഗം മാറ്റിയിട്ട് ഇതേപോലെ ഞാനൊന്ന് വെച്ച് കൊടുത്തേക്കുകയാണ്. അതിനുശേഷം അവിടെ ഒന്ന് വരച്ചെടുക്കാം. നമ്മൾ അളവ് കൊടുത്ത ഭാഗമില്ലേ, അവിടെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം കണ്ടില്ലേ, ആ ഡാട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകും. അത് കഴിഞ്ഞുള്ള ലെങ്ത് മതി. കണ്ട, ഇനി അവിടുത്തെ അളവ് 4 ഇഞ്ച് കിട്ടിയതിൽ 1 ഇഞ്ച് കൂടെ കൊടുത്ത് 5 ഇഞ്ച് എടുക്കണം. ഇവിടെ 4.5, അതിനുശേഷം അവിടെ 5, എന്നിട്ട് ഇതേപോലെ കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ 6 പീസാണ് വേണ്ടത്. നമ്മൾ ഒരു പീസാണ് കട്ട് ചെയ്തത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി പീസുകളൂടെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഒരു ക്ലോത്ത് കൂടെ എടുക്കുകയാണ്. അതിൻ്റെ ഒരു പീസ് എടുത്തു. അതിനുശേഷം ഇത് വെച്ച് നമുക്ക് ബാക്കി കൂടെ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ലൈനിങ് പീസിൽ നിന്ന് എല്ലാം കൂടെ നമുക്കൊരു 6 പീസ് വേണം. 2 സൈഡിലും 3 ഇഞ്ച് വീതം 3 പീസ് വീതം വേണം. അപ്പം നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇനി നമുക്ക് ബാക്കിയുള്ള പട്ടകളൊക്കെ കട്ട് ചെയ്തെടുക്കാം. പട്ടയ്ക്കൊക്കെ വെക്കുന്ന ഇത് പടി, അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ബാക്കിൽ വേണമല്ലോ, ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാൻ നേരം നമുക്ക് അവിടെ പടി വെക്കത്തില്ലേ, അതിനൊരു 2 ഇഞ്ചിൻ്റെ പടി വേണം. അതിനു വേണ്ടിയാണ് ഇതെടുത്തേക്കുന്നത്. ഇതേപോലെ പടിയെടുത്തു. അതിനുശേഷം ഇനി നമുക്കൊരു 2.5 ഇഞ്ചിൻ്റെയും ഒരു 1.5 ഇഞ്ചിൻ്റെയും പടി വേണം. അത് ഹൂക്ക് പടിയും അയ്പടിയും വെക്കാൻ വേണ്ടിയാണ്. ഇത് അളവൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1.5 2.5 ഇഞ്ച് എടുക്കാം. ഹൂക്ക് പടിക്ക്
1.5 ഇഞ്ചും അയ്പ്പടിക്ക് 2.5 ഇഞ്ചും വരത്തക്ക രീതിയിൽ പടിയെടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വേണം. ക്രോസ് പീസും കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം ഈ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിയും. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നില്ല. കണ്ടില്ലേ, ക്രോസ് ആയിട്ടാണ് ഈ കഴുത്തിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നല്ലപോലെ വലിഞ്ഞു വരാൻ വേണ്ടിയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ അത്. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ ക്രോസ് ആക്കി ഇട്ടിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അയ്പ്പടിയും ഹൂക്ക് പടിയും വെച്ച് എടുത്തിട്ടുണ്ട്. ബാക്കിൽ പട്ട എടുത്തിട്ടുണ്ട്. കട്ടിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഉള്ളതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ടില്ലേ, ഇതെല്ലാം ആണ്, ഇത്രയേ ഉള്ളൂ. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.